ഹലോ ഫ്രണ്ട്സ്, ഇത് നമുക്ക് ചെറിയ മാജിക്കിൻ്റെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് അവരവിടെ നിന്ന് സംസാരിക്കുന്ന സമയം മുകളിൽ ബോസ് ആണെങ്കിൽ കരണിനെ വഴക്ക് പറയുന്നത് കേൾക്കുന്നത് വരെയാണ്. അതിനുശേഷം ഇത് കേട്ട പൈ പറയുന്നുണ്ട്, മിസ്റ്റൂജ് എനിക്കിതത്ര നല്ലതായിട്ട് തോന്നുന്നില്ല, എനിക്ക് പേടിയുണ്ട് ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുമോ എന്ന്. അത് കേട്ട ഡൂജ് ചോദിക്കുന്നു, നീ ഉദ്ദേശിച്ചതായ എംപ്ലോയെ ഒരു ക്ലയൻറ്റിൻ്റെ പ്രശ്നത്താൽ പുറത്താക്കിയതിനെ കുറിച്ചാണോ എന്ന്. അത് കേട്ട പൈ പറയുന്നു, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ റോക്ക് ചോദിക്കുന്നുണ്ട്, അല്ല ആരെ കൊണ്ട് കരണിനെ സഹായിക്കാൻ പറ്റുമെന്ന്. അത് കേട്ട ആച്ചിയാണെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, എന്തായാലും എനിക്കെന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് എന്നെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് കരൺ, അതുകൊണ്ട് എന്തായാലും ഞാൻ അവനെ സഹായിക്കണമെന്ന്. അങ്ങനെ തീരുമാനം എടുത്ത അവനാണെങ്കിൽ പെട്ടെന്ന് എന്നെ മുകളിലേക്ക് ഓടുകയാണ്. ഇവൻ ഓടുന്നത് കണ്ട് എല്ലാവരും അവൻ്റെ പിന്നാലെ ഓടിയിട്ട് പറയുന്നുണ്ട്, ആച്ചി ഇത് വേണ്ട, നിന്നെ കൊണ്ട് പറ്റില്ലെന്ന്. ആച്ചിയാണെങ്കിൽ അത് കേട്ടിട്ട് ഞാൻ എന്തായാലും അവനെ സഹായിക്കും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഈ സമയം പെട്ടെന്ന് റോക്കാണെങ്കിൽ കുറച്ച് വിഷമിക്കുന്ന രീതിയിൽ അവിടേക്ക് വന്നിട്ട് പെട്ടെന്ന് കഥക് തുറന്നിട്ട് ആച്ചിനെയാണെങ്കിൽ അതിനകത്തേക്ക് കയറ്റിയാണ്. ആച്ചിയാണെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യണോടാന്നുള്ള രീതിയിൽ അന്തം വിട്ട് അകത്ത് അവരെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആച്ചിയെ കണ്ട ബോസ് ചോദിക്കുന്നു, ആച്ചി എന്താ എന്തെങ്കിലും അർജൻറ്റായ കാര്യമാണെന്ന്. അത് കേട്ട ആച്ചിയാണെങ്കിൽ പെട്ടെന്ന് അവിടേക്ക് ചെന്നതിന് ആദ്യം അവരോട് സോറി ചോദിക്കുകയാണ്. അവനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല, അവൻ്റെ വായിലാണെങ്കിൽ ഒരു കള്ളവും വരുന്നില്ല. അങ്ങനെ അവൻ പെട്ടെന്ന് മുകളിലോട്ട് നോക്കുമ്പോഴാണ് AC കാണുന്നത്. അങ്ങനെ അവൻ പറയുന്നു, അത് പിന്നെ എനിക്കൊരു റിപ്പോർട്ട് കിട്ടിയായിരുന്നു, ഈ റൂമിലെ ACക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്, അത് ചെക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. അയ്യോ സാർ, സാറിൻ്റെ ഷർട്ടിൽ വെള്ളം വീണു എന്ന് അവിടെ ഇരിക്കുന്ന ഒരാളോട് പറയാണ്. ഇയാളുടെ പേര് മിസ്റ്റർ സുഗൂജ് എന്നാണ്. എന്നിട്ട് അവനാണെങ്കിൽ ഇത് തുടച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് പോകുമ്പോൾ അയാളാണെങ്കിൽ ഭയങ്കര അഹങ്കാരത്തോടെ എനിക്ക് എൻ്റെ കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് കോട്ടൂര് തുടക്കുകയാണ്. പിന്നെ തുടച്ചു കഴിഞ്ഞ് പിറുപിറുത്ത് അവിടെ ഇരിക്കുകയാണ്. ഈ സമയം ആച്ചിയാണെങ്കിൽ അയാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മറന്നു പോകാനായിട്ട് ഷർട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയി ഷർട്ട് ശരിയാക്കി കൊടുക്കുകയാണ്. ഈ സമയമാണ് ഇയാൾ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നത്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഇതാണോ കാരണമെന്ന്. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഡൂജ് എന്തോ ഫുഡ് തയ്യാറാക്കുന്നതായിട്ടാണ്. ആ തയ്യാറാക്കിയ ഫുഡാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആച്ചി വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഈ മിസ്റ്റർ സുഗൂജിന് കൊടുക്കുന്നുണ്ട്. അയാളാണെങ്കിൽ ആ ഫുഡ് വാങ്ങിയിട്ട് ഭയങ്കര ആസ്വദിച്ച് കഴിക്കുകയാണ്. അവർ മൂന്നുപേരും അന്തം വിട്ട് അയാളെ തന്നെ നോക്കുന്നുണ്ട്. അയാൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഓ ഇത് ഞാൻ ഇത്രയും നല്ലതായിട്ട് വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ലെന്ന്. അത് കേട്ട ബോസ് പറയുന്നുണ്ട്, ഓ അങ്ങനെയാണോ, ഞാൻ എന്തായാലും ഡൂജിനോട് കുറച്ചും കൂടെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാന്നും പറഞ്ഞ് ഒരു കവർ അയാളുടെ കയ്യിലെടുത്ത് കൊടുക്കുന്നുണ്ട്. അത് വാങ്ങിയ അയാളാണെങ്കിൽ ഞാൻ ഇപ്പോൾ പോകുന്നെന്ന് പറഞ്ഞ് അവിടെ നിന്നും കുറച്ച് ദേഷ്യത്തോടെ തന്നെ പോകുന്നുണ്ട്. അയാൾ പോയി കഴിഞ്ഞാണ് അവർക്ക് 3 പേർക്ക് സമാധാനമാകുന്നത്. അങ്ങനെ ആച്ചിയോട് കരൺ ചോദിക്കുന്നുണ്ട്, അല്ല ആച്ചി നിനക്ക് എങ്ങനെ അറിയാം മിസ്റ്റർ സുഗൂജിന് എന്തായിരുന്നു വേണ്ടതെന്ന്. അത് കേട്ട ആച്ചിക്കാണെങ്കിൽ ഉത്തരമില്ല, കാരണം അവന് പറയാക്കില്ലല്ലോ അവന് മൈൻഡ് റീഡിങ് പവർ ഉണ്ടെന്നും അത് വെച്ച് കണ്ടുപിടിച്ചതാണെന്ന്. അപ്പോൾ ഈ സമയം തന്നെ ബോസ് ആണെങ്കിൽ അവനോട് താങ്ക് യു പറയുകയാണ്. അങ്ങനെ അവിടെ വെച്ചിരിക്കുന്ന പ്ലേറ്റൊക്കെ എടുക്കുന്ന സമയത്ത് ആച്ചി മനസ്സിൽ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും നല്ല സന്തോഷമുണ്ട്, എനിക്ക് ഒരു കാര്യത്തിലെങ്കിലും അവനെ സഹായിക്കാൻ കഴിഞ്ഞല്ലോ എന്ന്. ഈ സമയം ബോസ് പറയുന്നുണ്ട്, ഇപ്പോൾ എങ്ങനെയോ രക്ഷപ്പെട്ടു, എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് ഈ പ്രോജക്റ്റിന് താല്പര്യമുണ്ടെന്ന്. ആച്ചി നിങ്ങളെപ്പോലെയുള്ള എംപ്ലോയീസിനൊക്കെ വർക്ക് ചെയ്യാൻ ഏറ്റവും ആവശ്യമുള്ള സാധനം എന്താണെന്ന് എന്നിട്ട് ആച്ചിയോട് ചോദിക്കുകയാണ്. അത് കേട്ട ആച്ചി പറയുന്നു, അങ്ങനെ ചോദിച്ചാൽ പേനയെന്ന്. അത് കേട്ട ബോസ് ചോദിക്കുന്നു, പേന സാധാരണ ഇപ്പോഴുള്ള ഒരുപാട് പേരും അവരുടെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ആണല്ലോ പോയിന്റ് ചെയ്ത് വെക്കാറുള്ളത്, അപ്പോൾ പേനയുടെ ആവശ്യം എന്താണെന്ന്. അപ്പോൾ ആച്ചി പറയുന്നു, അങ്ങനെയല്ല ബോസ്, ഒരുപാട് എംപ്ലോയീസും ഇപ്പോഴും പേന തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പേന വെച്ച് നമ്മളൊരു കാര്യം എഴുതി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓർമ്മയിൽ അത് കൂടുതലായിട്ട് നിൽക്കും. ഇത് കേട്ട ബോസ് ചിരിച്ചിട്ട് ഒരു പേന എടുത്തിട്ട് പറയുന്നുണ്ട്, ഇതെന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, എനിക്കൊരു ഐഡിയ കിട്ടി, പിന്നെ ഒരു കാര്യം ചെയ്യ്, കരണിനെ ഈ ഒരു വർക്കിന് ആച്ചി സഹായിക്കാൻ പറയുന്നു. അത് കേട്ട കരണിനെ സമ്മതമാണ്. അപ്പം ആച്ചി ചോദിക്കുന്നുണ്ട്, ഞാൻ കരണിനെ ഹെൽപ്പ് ചെയ്യണമെന്നോ എന്ന്. അപ്പം അത് കേട്ട ബോസ് പറയുന്നു, അതേന്ന്. ഇത് കേട്ട ആച്ചിയാണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട്, ഓ ഇത്രയും ടാലൻറ്റഡ് ആയ ഒരു വ്യക്തിയെ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്നോ എന്ന്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുന്ന സമയം കരൺ പറയുന്നുണ്ട്, ഇത് നല്ല അർജൻറ്റായ വർക്കാണ്, അതുകൊണ്ട് തന്നെ ഹോളിഡേ സമയത്ത് നമ്മൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരും. അത് കേട്ട ആച്ചി പറയുന്നു, സാരമില്ല, ഞാൻ ഈ ഹോളിഡേക്ക് എന്തായാലും എവിടേക്കും പോകുന്നില്ലെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്ന സമയം പയ്യാണെങ്കിൽ വർക്കുമായി ബന്ധപ്പെട്ട് എന്തോ കാര്യം സംസാരിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ എന്തോ ഒന്ന് നോക്കുന്ന സമയത്ത് ആച്ചിക്കാണെങ്കിൽ പൈ പറയുന്നതൊക്കെ കേൾക്കാൻ കഴിയുന്നു. അവൾ പറയണ്, അയ്യോ ഈ ആച്ചി എന്ത് ക്യൂട്ടാണ്, ഒരു തവണ കൂടി എൻ്റെ ഹാർട്ട് മെൽറ്റ് ആയിരിക്കുന്നു എന്ന്. ഇത് കേട്ട ആച്ചിയാണെങ്കിൽ പൈക്ക് അവനോട് ക്രഷാണെന്ന് കരുതിയാണ്. അങ്ങനെ അവൻ പറയുന്നുണ്ട്, അയ്യോ പയ്യെ പോലൊരു ക്യൂട്ട് ഗേളിന് എന്നോട് ക്രഷോ എന്ന്. എന്നിട്ട് അവനാണെങ്കിൽ 2 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. അടുത്ത സീനിൽ ആച്ചി വർക്ക് ചെയ്യുന്ന സമയം പയ്യാണെങ്കിൽ അവന് വേണ്ടി സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ
അവനത് വാങ്ങിയിട്ട് താങ്ക്സ് പറയുന്ന സമയത്ത് അവളാണെങ്കിൽ വീണ്ടും പറയാണ് അയ്യോ ആച്ചി എന്ത് ക്യൂട്ടാണെന്ന്. ഇത് കേട്ട് ആച്ചി ഞെട്ടിയിരിക്കുന്ന സമയം തന്നെ കരണു അവന് വേണ്ടി ഫുഡ് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ അവനാണെങ്കിൽ കരൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരെ മാറി തിരിഞ്ഞ് നോക്കുകയാണ്. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവിടെ പെട്ടിരിക്കുന്ന അവനാണെങ്കിൽ പെട്ടെന്ന് കരണിനോട് താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി സ്റ്റോർ റൂമിലേക്ക് പോയി കഥ കടച്ചിരിക്കുകയാണ്. അങ്ങനെ അവൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഡൂജാണെങ്കിൽ അന്ന് ട്രിപ്പ് പോയപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ അവൻ അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവൻ അതിൽ പൈയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് പയ്യെ കണ്ടിട്ട് ഒന്നും ഫീൽ ആകാത്തതെന്ന്. എന്നിട്ട് പെട്ടെന്ന് എന്നെ കരണ്ട ഫോട്ടോ നോക്കിയാണ്. ഈ സമയം അവനാണെങ്കിൽ ഹാർട്ട് ബീറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നു. ഇത് കേട്ട അവനാണെങ്കിൽ എനിക്ക് മൈൻഡ് റീഡിങ് പവർ അല്ലാതെ ഇപ്പോൾ ഹാർട്ട് ബീറ്റ് കേൾക്കാനുള്ള കഴിവ് കിട്ടിയോ എന്ന് ചിന്തിക്കുകയാണ്. പിന്നീട് അവന് മനസ്സിലാകുന്നത് അങ്ങനെ കഴിവ് കിട്ടിയതൊന്നുമല്ല, തൻ്റെ ഹൃദയമെടുപ്പാണ് താൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ നെഞ്ച് കൈവച്ചിട്ട് പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ കരൺ വാങ്ങിച്ചു കൊടുത്ത ആ ഫുഡാണെങ്കിൽ സന്തോഷത്തോടെ കഴിക്കുകയാണ്. അവിടെ ചിന്തയാണെങ്കിൽ മിന്ന് സാധനം കൊണ്ടുവരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കോളിംഗ് ബെല്ല് കേട്ടുടനെ ഡ്രസ്സൊക്കെ ശരിയാക്കി അവ സെൻറ്റ് സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് സെൻറ്റൊക്കെ അടിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഡോർ ഓപ്പൺ ചെയ്യാണ്. ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വന്നിരിക്കുന്നത് മിന്നല്ലായിരുന്നു. ആ പയ്യനെ കണ്ട് അവൻ്റെ സന്തോഷമൊക്കെ പോവുകയാണ്. അപ്പം ഇവനാണെങ്കിൽ ഒരുപാട് സെൻറ്റ് അടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ചെറുക്കൻ അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ല. അവനാണെങ്കിൽ അത് പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യം വന്ന ചിന്തയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സാധനം വാങ്ങിച്ചിട്ട് ഡോർ അടച്ചിട്ട് മിന്ന എവിടെ പോയെന്നും പറഞ്ഞ് വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. അടുത്ത സീനിൽ ചിന്തയാണെങ്കിൽ സ്കേറ്റിങ്ങും അതുപോലെ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. അങ്ങനെ അവൻ അവിടെ ഉള്ള എല്ലാവരെയും നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ മിന്നിനെ കാണുന്നു. ഈ സമയം തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പി തറയിൽ വീണ് ഉരുണ്ടു പോവുകയാണ്. അത് കണ്ട ചിന്തയാണെങ്കിൽ അത് എടുക്കാനായിട്ട് പോകുമ്പോൾ അവനത് എടുക്കുന്നതിന് മുമ്പേ മറ്റാരോ വന്നത് എടുക്കുന്നു. അതാരാണെന്ന് ചിന്ത നിവർന്ന് നോക്കുമ്പോൾ മിന്നായിരുന്നു. ഇവനെ കണ്ട മിന്ന് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ ഇവിടെയെന്ന്. അപ്പം ചിന്ത പറയുന്നു അത് പിന്നെ ഞാൻ എൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട ഐഡിയാസൊക്കെ കിട്ടാനായിട്ടാണ് ഇവിടെ വന്നതെന്ന്. അത് കേട്ട മിന്നു അങ്ങനെയാണല്ലേ എന്ന് ചോദിച്ചിട്ട് പറയുന്നുണ്ട് ഞാനൊരു ബോയ് ബാൻഡിൽ ഡെബ്യൂട്ട് ചെയ്യുന്നതിനായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഞാൻ ഇതിനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അവൻ പറയാണ്. ഇതൊക്കെ കേട്ട ചിന്തയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ കരുതിയതിനേക്കാൾ നല്ല ഹാർഡ് വർക്കിംഗ് ആണ് ഇവനെന്ന്. ചിന്ത ഇങ്ങനെ ചിന്തയിൽ മുഴുകി നിൽക്കുന്നത് കണ്ട മിന്നാണെങ്കിൽ ചിന്ത എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ചിന്ത പെട്ടെന്ന് ഞെട്ടിയിട്ട് പറയുന്നു ഒരു കുഴപ്പമില്ല, നീ പോയി പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തു എന്ന്. അങ്ങനെ മിന്നാണെങ്കിൽ അവനോട് ബൈ പറഞ്ഞിട്ട് പോയി പ്രാക്ടീസ് ചെയ്യാണ്. അവിടെ ആച്ചിയാണെങ്കിൽ വീട്ടിലേക്ക് പോകാനായിട്ട് ഓഫീസിൽ നിന്നും ഇറങ്ങി നടക്കുന്ന സമയം പെട്ടെന്ന് ആച്ചിയുടെ അടുത്തേക്ക് റോക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആച്ചി നീ എവിടെ പോവുകയാണ്, രാത്രി വാട്ടർ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ എന്ന്. അത് കേട്ട ആച്ചി പറയുന്നു ഞാൻ പോകുന്നില്ല, ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പോകുന്നു, എനിക്ക് നാളെ കരണിനെ സഹായിക്കേണ്ടതായിട്ടുണ്ടെന്ന്. അത് കേട്ട റോക്ക് ചോദിക്കുന്നു ഹോളിഡേക്ക് നീ വർക്ക് ചെയ്യാൻ പോകുന്നു എന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കരൺ ഒരു പെണ്ണിൻ്റെ കൂടെ നിന്ന് സംസാരിക്കുന്നത് കാണുന്നു. ആച്ചിയോട് പറയുന്നുണ്ട് ആച്ചി കരൺ ഏതോ പെണ്ണിനോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നു, നീ പെട്ടെന്ന് തിരിഞ്ഞു നോക്കല്ലേ എന്ന്. അത് കേട്ട ആച്ചിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കിയാണ്. അത് കണ്ട റോക്ക് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പെട്ടെന്ന് നോക്കല്ലെന്ന്. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും വാ നമുക്ക് കുറച്ച് മാറി നിന്ന് നോക്കാന്ന്. അങ്ങനെ നോക്കുന്ന സമയം റോക്ക് പറയുന്നുണ്ട് എന്തായാലും അത് കരണിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കുമെന്ന്. അത് കേട്ട ആച്ചിയാണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട് ഒരു പക്ഷേ ഗേൾ ഫ്രണ്ട് ആയിരിക്കും, അതിനിപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ആകുന്നില്ല എന്ന്. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവൻ്റെ മുഖം കണ്ടാലേ അറിയാം അവൻ എന്തായാലും വിഷമമുണ്ടെന്ന്. അടുത്ത സീനിൽ പിറ്റേന്ന് രാവിലെ ആയതുപോലെയാണ് കാണിക്കുന്നത്. ആച്ചിയാണെങ്കിൽ പനിയായിട്ട് കിടക്കുകയാണ്. അങ്ങനെ പതുക്കെ എണീറ്റിട്ട് കരണിന് മെസ്സേജ് അയക്കുന്നുണ്ട് സോറി കരൺ എനിക്ക് വയ്യാത്തത് കൊണ്ട് ഇന്ന് വരാൻ പറ്റത്തില്ലെന്ന്. മെസ്സേജ് അയച്ചുടനെ തന്നെ അവനത് ഡിലീറ്റ് ആക്കിയിട്ട് പറയുന്നുണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോൾ എല്ലാം ശരിയാകുമെന്ന്. അങ്ങനെ കിടക്കാനായിട്ട് പോകുമ്പോൾ ആരോ കോളിംഗ് ബെല്ലടിക്കുന്നു. കരണായിരിക്കുമെന്ന് കരുതിയ ആച്ചി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വന്നിരിക്കുന്നത് ചിന്തയായിരുന്നു. അപ്പോൾ ചിന്തയാണെങ്കിൽ അവനോട് പറയുന്നുണ്ട് നീയല്ലേ എന്നോട് പറഞ്ഞത് ഔട്ടിങ് കഴിഞ്ഞ് തിരിച്ച് വന്നുടനെ എന്നെ വന്ന് കാണുമെന്ന്, ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പിറുപിറുത്തോണ്ട് അകത്തേക്ക് പോവുകയാണ്. ആച്ചിയാണെങ്കിൽ നല്ല ഡള്ളായിട്ടല്ലേ ഇരിക്കുന്നത്. ഇതുകൊണ്ട് അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റിയെന്ന്. അങ്ങനെ ആച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട ചിന്തയാണെങ്കിൽ പെട്ടെന്ന് ആച്ചിയുടെ കയ്യിൽ ടച്ച് ചെയ്യാണ്. കാരണം രണ്ടുപേർക്കും മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആച്ചിയോട് വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന്. അപ്പോൾ അവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരാൾക്ക് എന്നോട് ക്രഷ് ഉണ്ടെന്ന്, പക്ഷെ അയാൾക്ക് ഇപ്പോൾ വേറെ ആരെയോ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എനിക്ക് ഒരുമാതിരി ഫീൽ ആകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ അവൻ വേറൊരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എന്തോ പോലെയെന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം അവിടേക്ക് കരൺ വരുന്നു. കരണിനെ കണ്ടുടനെ ആച്ചിയാണെങ്കിൽ ചിന്തയുടെ കയ്യിൽ ടച്ച് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇതാണ് കരൺ, ഇവനാണ് എന്നോട് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് കേട്ടുടനെ ചിന്തയാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അകത്തേക്ക് വന്ന കരണാണെങ്കിൽ അവൻ്റെ മുഖത്ത് എന്തോ കളറൊക്കെ പറ്റിയിരുന്നു. അതാണെങ്കിൽ കഴുകിക്കളയാണ്.
ഈ സമയം ഇവനെ നോക്കി ആച്ചിയാണെങ്കിൽ ചിരിക്കുകയാണ്. അപ്പോൾ ആച്ചിയോട് അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ആച്ചി എന്തിനാ നീ ചിരിക്കുന്നതെന്ന്. അത് കേട്ട ആച്ചിയെ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ടീഷർട്ട് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്നും അകത്തേക്ക് പോവുകയാണ്. കരനാണെങ്കിൽ അകത്തേക്ക് ചെല്ലുമ്പോൾ ആച്ചി ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങനെയാ നീ ഇവിടേക്ക് വന്നതെന്ന്. അത് കേട്ട കരൺ പറയുന്നു, അത് പിന്നെ നീ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തില്ലായിരുന്നു, അത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ റീഡ് ചെയ്തായിരുന്നു എന്ന്. അത് കേട്ട ആച്ചി ചോദിക്കുന്നു, ഓ അങ്ങനെയാണോ, നീ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോ ഇവിടേക്ക് വരാനെന്ന്. അത് കേട്ട കരൺ പറയുന്നു, അങ്ങനെ കഷ്ടപ്പെട്ടതൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെയാണ് വന്നതെന്ന്. അങ്ങനെ ടവൽ ആച്ചി അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴാണ് ഇവൻ എത്ര കഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് കാണിക്കുന്നത്. അവൻ കാറിൽ വരാമെന്നും പറഞ്ഞ് കാറിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കാറിൻ്റെ ടയർ പഞ്ചറായിരിക്കുന്നു. അങ്ങനെ ടാക്സിയിൽ വരാമെന്നും പറഞ്ഞ് ടാക്സി നോക്കുമ്പോൾ ടാക്സിയും കിട്ടുന്നില്ല. അവസാനം അവന് വരാനായിട്ട് കിട്ടുന്ന വണ്ടി ആ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. അങ്ങനെ അതിൽ നിന്നുള്ള വെള്ളവും കളറൊക്കെ അവൻ്റെ പിറത്തത്രയും വാങ്ങിച്ചിട്ടാണ് അവൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് അവനാണെങ്കിൽ ഞെട്ടി അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് കരനാണെങ്കിൽ അവന് വേണ്ടി മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആച്ചി പറയുന്നുണ്ട്, എന്തായാലും തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ നിനക്ക് വാട്ടർ ഫൈറ്റ് നടക്കാത്ത വഴി പറഞ്ഞു തരാം, വേണമെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് ആച്ചിയാണെങ്കിൽ എണീക്കുകയാണ്. ഇത് കണ്ട കരനാണെങ്കിൽ പെട്ടെന്ന് ആച്ചിയുടെ കയ്യിൽ പിടിച്ചിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, അതിന് എനിക്കിപ്പോൾ പോകണ്ടെന്ന്. ഇത് കേട്ട ആച്ചിയാണെങ്കിൽ പറയുന്നുണ്ട് മനസ്സിൽ, നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ എന്നെ ഇത്രയും കെയർ ചെയ്യുന്നതെന്ന്. എന്നിട്ട് അവനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് കരൺ പറയുന്നുണ്ട്, അത് പിന്നെ ഇപ്പോൾ എൻ്റെ കോണ്ടോയ്ക്ക് അടുത്ത് നല്ല ട്രാഫിക് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ കവറിൽ നിന്ന് വാട്ടർ പാച്ച് എടുത്തിട്ട് ആച്ചിയുടെ നെറ്റിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആച്ചി പറയുന്നുണ്ട്, എന്തായാലും ഈ മെഡിസിനൊക്കെ കഴിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓക്കെ ആകും, അതുകൊണ്ട് നാളെ ഞാൻ നിന്നെ വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിങ്കി പ്രോമിസ് ചെയ്യാണ്. അതിനുശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് ജിന്തയാണെങ്കിൽ ഒരു കഫേയിൽ ഇരിക്കുന്നതായിട്ടാണ്. അവനാണെങ്കിൽ ടോയ്ലറ്റിൽ പൊക്കോളാൻ വയ്യ, പക്ഷെ അവൻ്റെ സീറ്റ് പോകുമെന്ന് കരുതി അവനാണെങ്കിൽ അവിടെ അടക്കി പിടിച്ചിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് മിന്നു വരുന്നു. മിന്നിനെ കണ്ട ജിന്തയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവനവിടെ പിടിച്ചിരുത്തിയിട്ട് ടോയ്ലറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയിട്ട് വന്ന ഉടനെ മിന്നിനോട് താങ്ക്സ് പറയുന്നുണ്ട്. ഈ സമയം അവിടേക്ക് വെയിറ്റർ വന്നിട്ട്, നീ ഡെലിവറി ബോയ് അല്ലേ, ഇതുപോലെ AC-യിൽ ഇരിക്കാനൊന്നും പറ്റത്തില്ല, നീ പുറത്ത് പോയി വെയിറ്റ് ചെയ്യുന്നു മിന്നിനോട് പറയണ്. ഇത് കേട്ട ചിന്തയാണെങ്കിൽ മിന്നു പോകാനായിട്ട് എണീക്കുന്നത് കണ്ടിട്ട് അവനെ തടഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇവൻ എൻ്റെ ഒപ്പം വന്നതാണെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട് അതൊന്നും പറ്റില്ലെന്ന്. ഇത് കേട്ട ചിന്തയാണെങ്കിൽ അവന് വേണ്ടി കേക്കും അതുപോലെ കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പം അവൻ ഇവിടുത്തെ ഒരു കസ്റ്റമർ ആണല്ലോ, ഇനി അവൻ ഇവിടെ ഇരിക്കാമല്ലോ എന്ന്. അത് കേട്ട അവർ ഷുവർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. മിന്നു പറയുന്നുണ്ട്, നീ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാനിവിടെ ഒരു ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്, ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളെന്ന്. ഇത് കേട്ട ചിന്ത പറയുന്നുണ്ട്, അങ്ങനെയല്ല, എല്ലാവർക്കും അവരുടേതായ വിലയുണ്ട്, നീ ഒരു ഡെലിവറി ബോയ് ആണെങ്കിലും നിന്നോട് അവൾക്ക് അങ്ങനെ സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന്. ഇത് കേട്ട മിന്നാണെങ്കിൽ ആ ശരി എന്നുള്ള രീതിയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഈ സമയം ചിന്തയാണെങ്കിൽ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അന്ന് മിന്ന് പറഞ്ഞ ആ ബോയ് ബാൻഡിൻ്റെ മ്യൂസിക് കേൾക്കുന്നു. മിന്ന് ചോദിക്കുന്നുണ്ട്, ഇത് ഞാൻ ജോയിൻ ചെയ്ത ആ ബോയ് ബാൻഡിൻ്റെ മ്യൂസിക് അല്ലേ എന്ന്. അത് കേട്ട ചിന്ത പറയുന്നു, അത് പിന്നെ ഞാൻ ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഒരു പുതിയ നോവൽ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുകയാണെന്ന്. അത് കേട്ട മിന്ന് ചോദിക്കുന്നുണ്ട്, ഓ അങ്ങനെയാണല്ലേ, പിന്നെ ഇതിനെപ്പറ്റി നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു. അത് കേട്ട് അവൻ പറയുന്നു, ഇതിനു വേണ്ടി എല്ലാവരും ഒത്തിരി പാടുപെടുന്നുണ്ട്, അതുകൊണ്ട് നീയും എന്തായാലും ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകണം, നീ ഡെബ്യൂട്ട് ചെയ്യുമ്പോൾ നിൻ്റെ ആദ്യത്തെ ഫാൻ ഞാനായിരിക്കുമെന്ന്. അത് കേട്ട മിന്നു പറയുന്നു, അങ്ങനെയാണെങ്കിൽ നീ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡാൻസ് ചലഞ്ചൊക്കെ ചെയ്യണമെന്ന്. അത് കേട്ട ചിന്ത പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ചെയ്യും, ഞാൻ നല്ലതുപോലെ ഡാൻസ് കളിക്കുമെന്ന്. ഇവൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയം പെട്ടെന്ന് മിന്നാണെങ്കിൽ ഇവൻ്റെ കാലിനടുത്തേക്ക് കാല് ചേർത്ത് വെക്കുകയാണ്. ഈ സമയത്ത് മിന്നാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, ഈ അങ്കിൾ നല്ല ക്യൂട്ടാണെന്ന്. ഇത് കേട്ട ചിന്തയ്ക്കാണെങ്കിൽ സന്തോഷം സഹിക്കാനേ കഴിയുന്നില്ല. ആ സമയത്ത് തന്നെ ഓർഡർ റെഡിയായെന്നും പറഞ്ഞ് മിന്നിനാണെങ്കിൽ കോള് വരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ചിന്തയോടെ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. ചിന്തയ്ക്കാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട് അവന് മിന്നിനോട് ഫീലിങ്സ് ഉണ്ടെന്ന്. അങ്ങനെ ആ സന്തോഷത്തോടെ തന്നെ പെട്ടെന്ന് ആച്ചിയോട് ഹെൽപ്പ് ചോദിച്ചൊരു മെസ്സേജ് അയക്കുകയാണ്. അവിടെ കരൺ ആച്ചിയാണെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കരൺ പറയുന്നുണ്ട്, ആക്ച്വലി ഞാൻ ഈ ഓഫീസിൽ ഒരുപാട് പെണ്ണ് നോക്കി, പക്ഷേ എനിക്കിതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരെണ്ണം ഇതാണെന്ന് പറഞ്ഞ് ഒരു പേരെടുത്ത് കാണിക്കുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ പേനയുടെ മുകളിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് റേറ്റ് അറിയാനായിട്ട് പറ്റും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഫോണിൽ അലാറം അടിക്കുകയാണ്. അത് കേട്ടിട്ടുടനെ കരനാണെങ്കിൽ നിനക്ക് മെഡിസിൻ കഴിക്കേണ്ട ടൈമാണിതെന്ന് പറഞ്ഞ് മെഡിസിൻ എടുത്തുകൊണ്ട് ആച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അവനാണെങ്കിൽ അത് വാങ്ങി നല്ല സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട്. പിന്നെ അവർ ഫുഡ് കഴിക്കുന്നതും വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആച്ചിയാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങി പോകുന്നുണ്ട്. കാരണം അവന് വയ്യാതെയല്ലേ ഇരിക്കുന്നത്. ഇത് കണ്ട കരനാണെങ്കിൽ പെട്ടെന്ന് അവൻ്റെ ഷർട്ട് ഊരി ആച്ചിയുടെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവൻ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും കരനാണെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കരനും ആച്ചിയാണെങ്കിൽ രണ്ടുപേരെ പേരും ആ വർക്കിൻ്റെ പ്രിൻ്റ് ഔട്ടിൽ എഴുതിയാണ്. കരനാണെങ്കിൽ ആച്ചിയുടെ പേരും എഴുതുന്നുണ്ട്, ആച്ചി കരൻ്റെ പേരും എഴുതുന്നു. അങ്ങനെ കരൻ്റെ പേര് ആച്ചി എഴുതുന്ന സമയത്ത്
അത് ഹാർട്ട് ബീറ്റ് അറിയാൻ കഴിയുന്ന പേന ആയതുകൊണ്ട് തന്നെ ആച്ചിയുടെ ഹാർട്ട് ബീറ്റ് അറിയാൻ കഴിയാണ്. ഈ സമയം അവിടേക്ക് പയ്യും റോക്കും വരുന്നത് ഇവർ കാണുകയാണ്. കരൺ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ ഇവിടെയെന്ന്. അപ്പോൾ പൈ പറയുന്നു, അത് പിന്നെ ഞങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഹോളിഡേ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയാണെന്ന്, അതുകൊണ്ട് വന്നതാണെന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം തന്നെ അവിടേക്ക് ഡൂജ് വരുന്നു. ഡൂജിനെ കണ്ട റോക്ക് ചോദിക്കുന്നുണ്ട്, എന്താ ഡോജ് നിങ്ങൾ ബീച്ചിലേക്ക് പോയില്ലേ എന്ന്. അത് കേട്ട ഡൂജാണെങ്കിൽ കരഞ്ഞിട്ട് പറയുന്നുണ്ട് അവരെ ബോയ് ഫ്രണ്ട് അവരെ കളഞ്ഞിട്ട് പോയെന്ന്. ഇവരെ സങ്കടം കണ്ട അവരാണെങ്കിൽ ആ ഫെസ്റ്റിവൽ അവിടെ വെച്ച് എല്ലാവർക്കും കൂടെ ഒത്ത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് റോക്കാണെങ്കിൽ പൈയുടെ മുഖത്തേക്ക് എന്തോ കളർ വെള്ളം കൊണ്ട് എടുത്ത് തേച്ച് കൊടുക്കുകയാണ്. അത് കണ്ട പൈ ചോദിക്കുന്നുണ്ട്, ഡേ ഇതൊക്കെ കമ്പനി റൂൾസിന് എഗനസ്റ്റ് ആണെന്ന് നിനക്ക് അറിയത്തില്ലേന്ന്. അത് കേട്ട ആച്ചി പറയുന്നു, അതിനിന്ന് ഹോളിഡേ അല്ലേ എന്ന്. അപ്പോൾ ഡൂജും പറയുന്നുണ്ട് അതേ ഇന്ന് ഹോളിഡേ ആണെന്ന്. അത് കേട്ട പയ്യും റോക്കും ആണെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ പുറത്തേക്ക് കളർ തേക്കാനായിട്ട് പോവുകയാണ്. ഈ സമയം കരണാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കളർ എടുത്ത് ആച്ചിയുടെ കവിളിൽ പതുക്കെ തേച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇവർ രണ്ടുപേരും ആണെങ്കിൽ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ ഫേസ് ടു ഫേസ് നോക്കിയിരിക്കുന്ന സമയം പെട്ടെന്ന് ഇവരിങ്ങനെ ഇരിക്കുന്നത് കണ്ട പയ്യാണെങ്കിൽ അലറിക്കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.